ആലപ്പുഴ ജില്ലയിലെ നേതാജി മാടത്തുംകര ശ്രീ മഹാദേവ ക്ഷേത്രത്തെ ദേവസ്വം ബോർഡ് അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് ഭക്തജനങ്ങൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണ് ഭക്തരുടെ പരാതി. കൊച്ചി രാജകുടുംബത്തിന്റെ വകയായിരുന്ന മാടത്തുംകര ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അമ്പലപ്പുഴ ഗ്രൂപ്പിൽ ചെറിയ കലവൂർ സബ് ഡിവിഷന്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത്. 2006 മുതൽ ഭരണസമിതി ഇല്ലാതായ ഈ ക്ഷേത്രത്തിൽ ഉത്സവം, സപ്താഹയജ്ഞം തുടങ്ങി ഗണപതി ഹോമം വരെ അന്യമായി കഴിഞ്ഞു. ദേവസ്വം ബോർഡിന്റെ 4 ജീവനക്കാർക്ക് സ്ഥിരമായി നിയമനം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആരും എത്താറില്ല. പൂജാരി നിയോഗിച്ചിരിക്കുന്ന പകരക്കാരൻ തന്നെ എത്തിയാൽ എത്തി എന്നതാണ് ഈ ആരാധനാലയത്തിന്റെ സ്ഥിതി. ക്ഷേത്ര ജീവനക്കാർ ശാന്തിക്കാരനുമില്ല, വാച്ചറില്ല, സബ് ഗ്രൂപ്പ് ഓഫീസറില്ല, ആരും വന്ന് അന്വേഷിക്കാനില്ല. മാസത്തിലുള്ള കാണിക്കപ്പെട്ടി പൊട്ടിച്ചെന്ന് പോകുന്നതല്ലാതെ ഒരു കാര്യം നിവേദ്യമൊന്നുമില്ല. ആ അവസ്ഥയിലാണ്. വിനായക ചതുർത്ഥിക്കൊക്കെ ഈ എല്ലാ ദിവസവും ഗണപതി ഹോമവും മറ്റു വഴിപാടുകൾ കാണുന്നത് അതെല്ലാം മുടങ്ങി കിടക്കുകയാണ്. ചുറ്റമ്പലവും മേച്ചിലോടുകളും തന്നെ ക്ഷേത്രത്തിൽ നോക്കുകുത്തിയായി മാറിയ ഓഫീസ് കെട്ടിടവും നാശോന്മുഖമായി തുടങ്ങി. അതിർത്തി വേലികൾ പോലും ഇല്ലാതായ ക്ഷേത്രത്തിലേക്കുള്ള സഞ്ചാര വഴികളും ഏറെക്കുറെ ഇല്ലാതാകുന്ന അവസ്ഥയിലാണ്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ദേവന്റെ വാസസ്ഥലം സംരക്ഷിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് മാടത്തുംകരയിലെ ഒരു കൂട്ടം ഭക്തന്മാർ. ഇവരുടെ ആഗ്രഹം സഫലമാകണമെങ്കിൽ സാക്ഷാൽ ദേവസ്വം ബോർഡ് തന്നെ അനുഗ്രഹം ചൊരിയേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ ബെന്നി കരയിലിനൊപ്പം ആർ മാനസൻ, സൂര്യ ന്യൂസ്, ആലപ്പുഴ. മലയാളത്തിൽ നിന്നും നിരവധി